സിന്നേഴ്സ് റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത് മൈക്കിൾ ബി ജോർഡൻ, മൈൽസ് കാറ്റൺ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് പീരിയോഡിക് ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. 1932 മിസിസിപ്പിയിൽ ഇരട്ട സഹോദരങ്ങളായ സ്മോക്കും സ്റ്റോക്കും അവരുടെ ഹോം ടൗണിലേക്ക് തിരിച്ചു വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. വളരെ ക്ലാസി ആയിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു കിഡു ഹൊറർ ത്രില്ലർ ആണിത്. റയാൻ കൂഗ്ലർ നമ്മുടെ MCU ഡയറക്ടറാണ്, ക്രീഡിന്റെ ഒക്കെ ഡയറക്ടറാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു സിനിമ തന്നെയാണിത്. ഇതിന്റെ ജോണർ അധികം അറിയാതെ, ട്രെയിലർ ഒന്നും കാണാതെ കണ്ടവർക്കായിരിക്കും പടം കൂടുതൽ കിടുവായിട്ട് ആസ്വദിക്കാൻ പറ്റുക. ഞാൻ ഓൾറെഡി തിയേറ്ററിൽ തന്നെ ഇതിന്റെ ട്രെയിലർ മുമ്പ് കണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഇത് അറിഞ്ഞു കാണും സംഭവം എന്താണെന്നുള്ളത്. അതുകൊണ്ട് വലിയ സ്പോയിലർ ഒന്നുമല്ല. എനിവേ, ഇതിലെ ആ ഒരു വില്ലന്മാരുടെ ഒപ്പം കൂടുമ്പോൾ എല്ലാ വിഭജനങ്ങളും ഇല്ലാണ്ടായി ഇക്വാലിറ്റി ഉണ്ടാകും, ഫ്രീഡം ഉണ്ടാകുമെന്ന് പറയുന്നത് സത്യത്തിൽ ഭീകരമാണ്. പക്ഷെ അതാണ് പടത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സും. സോ ഈ ഒരു പൊളിറ്റിക്സ് ഒപ്പം നല്ല ബേസിക് സ്റ്റോറി, ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹൊറർ ഫിലിം ട്രീറ്റ്മെന്റ്, ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്, കിടു മേക്കിംഗ്, മ്യൂസിക് ഒക്കെ സിനിമയുടെ പോസിറ്റീവ് ആണ്. ഒപ്പം ഹ്യൂമൻ ഇമോഷൻസ് വളരെ നന്നായിട്ട് വർക്ക് ആകുന്നുമുണ്ട്. പെർഫോമൻസിൽ മൈക്കിൾ ബി ജോർഡൻ ആണ് ട്വിൻ ബ്രദേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരാണ്. രണ്ടും രണ്ടു പേരാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകുന്ന വിധത്തിൽ കിടുവായിട്ട് തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. ഗംഭീര ആക്ടറാണ്. ആദ്യത്തെ സിനിമയാണെങ്കിലും സാമി അഥവാ പ്രീച്ചർ ബോയ് എന്ന ക്യാരക്ടറായിട്ട് ഇവരുടെ ഇളയ കസിനായിട്ട് മൈൽസ് കാറ്റണും കിടുവായിരുന്നു. അതുപോലെ ആനി ആയിട്ട് വന്ന വുൻമി മൊസാക്കു, മേരി ആയിട്ട് വന്ന ഹെയ്ലി സ്റ്റാൻഫെൽഡ്, അങ്ങനെ അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് കേട്ടോ. ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക്, അതാണ് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയാം. ലുഡ്വിഗ് ഗൊറാൻസോൺ ഒരുക്കിയ ഇതിന്റെ മ്യൂസിക് അന്യായമാണ്. ദ ബ്ലൂസ് എന്ന മ്യൂസിക് ജോണർ ഈവിളിനെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ അട്രാക്ട് ചെയ്യുമെന്നാണ് പടത്തിന്റെ തന്നെ ഒരു ബേസിക് ഐഡിയ. പക്ഷെ പേഴ്സണലി ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. മ്യൂസിക് എല്ലാ ടൈപ്പും നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് സത്യം ശരിക്കും. പിന്നെ ദ ബ്ലൂസ് എന്ന ജോണറാണ് മ്യൂസിക്കിന്റെ മറ്റ് പല ജോണറുകളെയും സ്വാധീനിച്ചിട്ടുള്ളത് എന്നതും ഒരു വസ്തുതയാണ്. ഒരു സീനിൽ സാമി ഇങ്ങനെ പാടുമ്പോൾ പല കാലങ്ങളുടെ മ്യൂസിക് മിക്സ് ആയിട്ട് വരുന്നത് പോലെ വളരെ സിംബോളിക് ആയിട്ട് അത് കാണിച്ചിരിക്കുന്നത് അത് കിടുവായിരുന്നു. ആ സമയത്തെ ആ ഒരു മ്യൂസിക്കും വിഷ്വൽസും ഒക്കെ ഗംഭീരമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനാണ്. 1930 അവർ അവിശ്വസനീയമായ വിധം ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തെ കോസ്റ്റ്യൂംസ്, സെറ്റ്, വണ്ടികൾ, മറ്റു പ്രോപ്പർട്ടീസ് ഒക്കെ. പിന്നെ എഡിറ്റിംഗും കിടുവാണ്. ചില കട്ട് മിക്സ് ആയിട്ടൊക്കെ വരുന്നത് പ്രത്യേകിച്ച് പള്ളിയിലെയൊക്കെ കിടുവായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഇതിലെ ആ ഒരു വേൾഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഡയലോഗുകളുണ്ട്, ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. സോ ആ ഭാഗങ്ങളിൽ നമുക്ക് കുറച്ച് ഒരു മടുപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ സാധാരണ പ്രേക്ഷകർക്ക് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ബോറടിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലി കുറച്ച് ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സ്റ്റിൽ ഇടയ്ക്കിടയ്ക്ക് എൻഗേജിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുമുണ്ട്. ഈ ഒരു കാര്യം എനിക്ക് പടത്തിന്റെ കുറച്ച് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്ത് പറ്റിയാലും നമുക്ക് ഒന്നും ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷെ അതിനെടുക്കുന്ന ആ ഒരു ടൈമും ഇത്രയധികം സംഭാഷണങ്ങളും ഒക്കെ ചിലർക്ക് കുറച്ച് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പടത്തിന്റെ ലെങ്ത്തും ഇച്ചിരി കൂടുതലാണെന്ന് പറയാം. സോ ആകെ മൊത്തം ടോട്ടലിൽ ഒരു ക്ലാസി ആയിട്ടുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹൊറർ എക്സ്പീരിയൻസ് ആണ് സിന്നേഴ്സ്. തിയേറ്ററിൽ തന്നെ നല്ല പിക്ചർ ആൻഡ് സൗണ്ട് ക്വാളിറ്റി ഉള്ള, പറ്റുമെങ്കിൽ IMAX-ലൊക്കെ തന്നെ കാണാൻ പറ്റുന്നവർ അങ്ങനെ കാണുക. ഞങ്ങൾക്ക് ഇവിടെ IMAX ഒന്നുമില്ല. അങ്ങനെ തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. വർത്ത് വാച്ച് ആണ് ഫിലിം. 2 മണിക്കൂർ 17 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. കുറച്ച് അഡൽട്ട് സീനുകളൊക്കെ ഉള്ളത് കൊണ്ട് 18+ ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.